പ്രീമെരിറ്റൽ കൗൺസിലിംഗിൽ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് അല്ലെങ്കിൽ ലവ് ലാംഗ്വേജസ് അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയായിട്ട് ഇടപഴകുമ്പോൾ അവരുമായിട്ട് എങ്ങനെയാണ് അറ്റാച്ച്ഡ് ആവണം, അതായത് പങ്കാളികൾ തമ്മിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ചൈൽഡ്ഹുഡാണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ ഡിറ്റർമിൻ ചെയ്യണത്. സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പങ്കാളിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആൾ സെക്യൂർ ആണെങ്കിൽ നമ്മുടെ ലൈഫ് സുഖമായിരിക്കും, ഈസി ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അവരെ ചെറുപ്പത്തിലെ അവരുടെ കെയർ ടേക്കർ, അമ്മയാവാം പേരൻസ് ആവാം, നന്നായിട്ട് നോക്കിയവരാണെങ്കിൽ അവർക്ക് ടെൻഷനില്ല. പങ്കാളി ഇട്ടിട്ട് പോകുന്നു, ഫുൾ ടൈം അപ്രിസിയേഷൻ്റെ അതിൻ്റെ ഒന്നും പ്രോബ്ലം ഇല്ല. അങ്ങനെയുള്ള വ്യക്തികൾ പങ്കാളിയാണ് നല്ലതാണ്. അപ്പം നിങ്ങൾ പങ്കാളീനെ ചൂസ് ചെയ്യുമ്പം അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നോക്കുക. ഇതിനകത്ത് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻ്റ് ഉള്ളവരുണ്ട്, അതായത് പേരൻസ് നോക്കാത്ത ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആരുമായിട്ട് ഇൻറ്റിമേറ്റ് ആവില്ല, അധികം ഒന്നും തുറന്നു പറയില്ല, ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്കെല്ലാം പറയാൻ പേടിയാണ്. നമ്മുടെ പങ്കാളി അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അറിഞ്ഞ് തന്നെ റിലേഷൻ പോകണം, അത് ഡിഫിക്കൽട്ടായിരിക്കും. അവർ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും അടുക്കില്ല, ഇൻറ്റിമസി ആവില്ല. അപ്പം നിങ്ങൾ ഇൻറ്റിമസി ആവശ്യമുള്ള ആളാണെങ്കിൽ, അവോയ്ഡൻ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞു. കാരണം അവർ വെറുതെ ഒരു മെഷീൻ പോലെ നിങ്ങളുടെ കൂടെ ജീവിക്കും. നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് പ്രകടന രീതിയിലൊരു സ്നേഹം കിട്ടില്ല. നിങ്ങൾക്ക് സ്നേഹം ആവശ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. അതല്ല അവരുടെ ശമ്പളം മാത്രം മതിയെങ്കിൽ ഓക്കെ, പിടികിട്ടിയില്ലേ, പിന്നെ അത് അവോയ്ഡൻ്റ്.